പിണറായി വിജയന്റെ മകൾ വീണ ടിക്ക് എത്ര ബാങ്ക് അക്കൗണ്ടുകളുണ്ട്? ഇന്നത്തെ മാധ്യമങ്ങളും ഇന്നലത്തെ വാർത്തകളുമൊക്കെ നോക്കിയാൽ മനസ്സിലാക്കുക 242 അക്കൗണ്ടുകളുണ്ട് എന്നാണ്. 242 അക്കൗണ്ടുകൾ. ഈ 242 അക്കൗണ്ടുകളിൽ 18.36 കോടി എന്ന് വെച്ചാൽ 18,36 ലക്ഷം രൂപയുണ്ട്. ഈ തുക മരവിപ്പിച്ചിരിക്കുന്നു എന്നാണ് തോന്നുക. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? റെയ്ഡിന് ശേഷമുള്ള ഉപവാർത്തയായിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. റെയ്ഡ് നടന്നത് പ്രധാനമായും എവിടെയാണ്? പിണറായി വിജയന്റെ വീട്ടിലാണ്. മറ്റിടങ്ങളിൽ റെയ്ഡ് നടന്നിട്ടുണ്ട്. അവിടെയൊന്നും മാധ്യമപ്രവർത്തകർ പോയിട്ടില്ല, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. ഏറ്റവും കൂടുതൽ മാധ്യമ ശ്രദ്ധ നേടിയത് പിണറായി വിജയന്റെ 2 വീടുകളിലും മുഹമ്മദ് റിയാസിന്റെ വീട്ടിലുമാണ്. അങ്ങനെ വലിയ വാർത്ത നൽകുകയും ആ വാർത്തയ്ക്ക് തൊട്ടു താഴെ 242 അക്കൗണ്ടുകളിലായി കിടക്കുന്ന 18.36 കോടി രൂപ മരവിപ്പിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇതെല്ലാം പിണറായി വിജയന്റെയോ അതല്ലെങ്കിൽ വീണ ടിയുടേതോ ആണ് എന്ന് തോന്നും. അത് ആണ് മാധ്യമങ്ങൾക്ക് വേണ്ടത്. മനോരമയുടെ തലക്കെട്ട് നോക്കൂ. റെയ്ഡ് പിണറായിയുടെ സാന്നിധ്യത്തിൽ, വീണയുടെ മൊഴി രേഖപ്പെടുത്തി. വീണയുടേതടക്കം 242 അക്കൗണ്ടുകളിലെ 18.36 കോടി രൂപ മരവിപ്പിച്ചു. രേഖകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് എന്നാണ് വാർത്തയിൽ പറയുന്നത്. അതിൽ താഴെ പറയുന്നുണ്ട്, 12 ഇടങ്ങളിലായി നടന്ന റെയ്ഡിൽ ആകെ 242 ബാങ്ക് അക്കൗണ്ടുകളിലെ 18.36 കോടി രൂപ മരവിപ്പിച്ചിട്ടുണ്ട്. വീണയുടെ 1.5 ലക്ഷം രൂപ നിക്ഷേപമുള്ള അക്കൗണ്ടും ഇതിലുണ്ട്. അപ്പോൾ എത്രയാണ് വീണയുടെ നിക്ഷേപം? 1.5 ലക്ഷം രൂപ. പക്ഷേ വാർത്ത മുഴുവൻ നോക്കിയാൽ തോന്നുക നിക്ഷേപം 18.36 കോടി രൂപയുണ്ട് എന്നാണ്. ആകെ കേസ് 182 കോടിയുടേതാണ്. അതിൽ 1.72 കോടി രൂപ എന്ന് വെച്ചാൽ 1,72 ലക്ഷം രൂപയാണ് വീണയ്ക്ക് നൽകിയിരിക്കുന്നത്. അത് കരാർ പ്രകാരം സുതാര്യമായി നൽകിയ പണമാണ്. അതിന് നികുതി അടക്കുകയും ചെയ്തിട്ടുണ്ട്. ശേഷിക്കുന്ന പണം ആരുടേതാണ്? അത് എങ്ങോട്ടാണ് പോയത്? അതാണ് അന്വേഷിക്കുക. ആ അന്വേഷണം വരുമ്പോൾ എങ്ങോട്ടൊക്കെ നീങ്ങും? മന്ത്രിസഭയിലെ 2 പേർ, ഉമ്മൻചാണ്ടിയുടെ കുടുംബം, ഇബ്രാഹിം കുഞ്ഞിന്റെ കുടുംബം, രമേശ് ചെന്നിത്തലയും പി കെ കുഞ്ഞാലിക്കുട്ടിയും ആലോചിക്കണം എങ്ങോട്ടാണ് കേസിന്റെ അന്വേഷണം പോകുക എന്ന് വെച്ചാൽ ഇരുതല മൂർച്ചയുള്ള ആയുധവുമായാണ് ED ഇറങ്ങിയിരിക്കുന്നത്. ED വന്നതിനെ ആഘോഷമാക്കുന്ന UDF ഇരുന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. പിണറായി വിജയന്റെ വീട്ടിൽ ഇതാ ED എത്തി. പിണറായി വിജയൻ രക്ഷയില്ല. പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യും. പിണറായി വിജയൻ ആകെ തളർന്ന് തരിപ്പണമായി. ഇന്നലെ വരെ പ്രതാപത്തിൽ നടന്ന പിണറായി വിജയന്റെ വീട്ടിലേക്കാണ് ED വന്നിരിക്കുന്നത്. പ്രതാപമെല്ലാം അസ്തമിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കുന്ന മുസ്ലിം ലീഗുകാരൻ ഓർക്കണം, പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് ED എന്ന്. അതാണ് അന്വേഷണം വിപുലീകരിക്കും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം. അതെങ്കിലും മനസ്സിലാക്കാൻ നമ്മുടെ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും പ്രവർത്തകർ തയ്യാറാകുക. മാധ്യമങ്ങൾ ഇതെല്ലാം പിണറായി വിജയൻ്റെ മകൾ വീണ ടിയുടെയും തലയിൽ കെട്ടിവെക്കാനാണ് ശ്രമിക്കുന്നത്. അത് അധികകാലമൊന്നും നടക്കില്ല എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ നമ്മോട് പറയുന്നത്.